രാഷ്ട്രീയ ഡോക്ടറിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പം മലയാള സിനിമയിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് പവർ ഗ്രൂപ്പ്, സിനിമയിലെ 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച്. അപ്പോൾ ഇന്നലെ ഏതോ ഒരു സ്വകാര്യ മാധ്യമം ഒരു ചർച്ച ചെയ്യുന്ന കണ്ട് ഈ പവർ ഗ്രൂപ്പിൽ മമ്മൂക്കയും ലാലേട്ടനെയും പോലുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പിൽ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപിനെ പോലുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളതായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നാണ് ഇവർക്ക് പറയാൻ പറ്റുന്നത് ഈ പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഈ പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം? ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിനകത്ത് എനിക്ക് തോന്നുന്നു ആദ്യം വന്ന വാർത്തകളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിനകത്ത് സിനിമാ നടന്മാർ, നിർമ്മാതാക്കള്, തിരക്കഥാകൃത്തുകള്, അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ഈ 4 വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് അല്ലെങ്കിൽ മലയാള സിനിമയിലുള്ള കുറച്ച് മറ്റ് നടന്മാരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പവർ ഗ്രൂപ്പ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം നമ്മുടെ ഒരു വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയാമെന്ന് പറയുന്ന ഒരു കാലം ഇത്. എനിക്ക് തോന്നുന്നു ഈ പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു വിനയൻ കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ്, ഈ കുറച്ച് നാളെന്ന് വെച്ചാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് വിനയൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റീഷൻ കമ്മീഷനിൽ മറ്റൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോമ്പറ്റീഷൻ കമ്മീഷനിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന അമ്മ, ഫെഫ്ക, അതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഇവരെയൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ കോമ്പറ്റീഷൻ കമ്മീഷൻ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അമ്മയും ഫെഫ്കയും അതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ഈ 3 പേര്, 3 മമ്മൂട്ടി, 4 മോഹൻലാൽ, 5 ദിലീപ്, അതായത് ഈ ഒരു രീതിയിലായിരുന്നു. അവർക്കെതിരെ ഈ പറയുന്ന രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള യാതൊരുവിധ, അതായത് വിനയന്റെ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായിട്ടുള്ള യാതൊരു തെളിവുകളും ഇവർക്ക് ആർക്കും എതിരെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അന്ന് കൊടുത്തത്. അപ്പോൾ ആ ആരോപണങ്ങൾ, അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആ ഒരു ഇത് വെച്ചിട്ട് അന്നൊരു പരാതി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ 3 പേരുമാണ് ഈ പവർ ഗ്രൂപ്പിൽ ഉള്ളതെന്ന് പറയുമ്പം അതിനകത്ത് എന്ത് അടിസ്ഥാനമാണുള്ളത്? അപ്പം വെറുതെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരെ 3 പേരെയും കൂടെ ഈ പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഉൾപ്പെടുത്തുന്നത്. യഥാർത്ഥ പവർ ഗ്രൂപ്പിലുള്ള ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം. വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ പരാതിക്കാരുണ്ടാവണം. പരാതിക്കാർ മാത്രമല്ല, കുറ്റാരോപിതർ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടാവണം. നാളെ ഈ പറയുന്ന കണക്ക് ഒരു FIR ഇട്ട് ഇതൊരു കേസായി ഇതൊരു കോടതിയിലെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. അതായത് ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടുന്നതാണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പുറത്ത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇല്ലാതെ ആർക്കെങ്കിലും ഇതിനെ നടപടി എടുക്കണമെന്ന് മുറവിളി കൂട്ടുമല്ല വേണ്ടുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടായി യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ്. നിയമത്തിന് മുമ്പിൽ എത്തിക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരു കോടതിയാണെങ്കിലും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റുള്ളിടത്താണെങ്കിലും ഒരു പരാതിക്കാരും അല്ലെങ്കിൽ ഒരു പ്രതി എന്ന് വേണമെങ്കിൽ, കുറ്റാരോപിതനെന്നോ പ്രതി എന്നോ പറയാനുള്ള ആൾക്കാരും വേണ്ടേ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പം ഇനി അഥവാ കുറ്റാരോപിതരെ എത്തിച്ചെന്നിരിക്കട്ടെ, അവർക്കെതിരെ ഇപ്പം കോടതിയിൽ നിയമപരമായിട്ട് എത്തുമ്പം അപ്പോൾ കോടതിയിൽ എത്തേണ്ടെന്നാണോ ആളുകളുടെ സ്റ്റാൻഡെന്ന് എനിക്കറിയില്ല. നിയമപരമായിട്ട് കോടതിയിൽ എത്തുകയാണെങ്കിൽ അവിടെ അവർക്കെതിരെ മൊഴി കൊടുക്കാൻ വേണ്ടി ആൾ വരണ്ടേ? ഇപ്പം തന്നെ ഞങ്ങളുടെ പേരിനകത്ത് ഒഴിവാക്കണം, ഞങ്ങളുടെ പേരിനകത്ത് ഉൾപ്പെടുത്തരുത്, ഞങ്ങളുടെ സ്വകാര്യതയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന പല ഈ മൊഴി കൊടുത്തെന്ന് പറയുന്ന നടിമാരും അന്ന് കോടതിയിലെത്തുമോ? അപ്പം നിയമപരമായിട്ട് ഈ കുറ്റം ചെയ്ത ആളുകൾക്ക്, അതായത് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന കഴുകന്റെ സ്വഭാവമുള്ള നടന്മാരെന്ന് പറയുന്ന ചിലർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ നിയമത്തിന് മുമ്പിലെത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം മൊഴി കൊടുത്തിരിക്കുന്ന ആരെങ്കിലും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ എന്നും പറഞ്ഞ് ധൈര്യമായിട്ട് വന്നിട്ട് അവർ നിയമപരമായിട്ട് കോടതിയുടെ മുമ്പിൽ എത്തിയാൽ മാത്രമല്ല ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ഇപ്പോൾ പറഞ്ഞ കണക്ക് വെറുതെ ഇരിക്കുന്ന മമ്മൂട്ടി, വെറുതെ ഇരിക്കുന്ന മോഹൻലാൽ, വെറുതെ ഇരിക്കുന്ന ദിലീപിനെ പോലുള്ള ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവന്ന് അവർക്ക് കുറേ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കി കുറേ റീച്ചും വ്യൂസും കൂട്ടുക എന്ന് പറയുന്ന ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഇപ്പം പലരും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വെറുതെ ആരുടെയും ഈ മാനത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ആരെയും വലിച്ചഴക്കാതിരിക്കുക. താങ്ക് യു.